കൊല്ലും മലപ്പുറം ലീഗ് തൂത്തുവാരി, ഇഹലോകം പാരലോകം എല്ലാതും ബാത്തിലായി. മലപ്പുറം സുൽത്താൻ എന്ന പേരിൽ ഞാൻ ഇല്ലാതായി. നാട്ടാരെ മുന്നിൽ ഇനി നിൽക്കാനും വയ്യാതായി. ബഹുമാനപ്പെട്ട KT ജലീൽ അറിയാൻ വേണ്ടി പറയട്ടെ. KT ജലീൽ വിചാരിക്കുന്ന പോലെ അല്ല ഇപ്പോഴത്തെ ജനങ്ങൾ, അത് മാറി. KT ജലീൽ ഇപ്പോഴും വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫിറോസ് കുന്നംപറമ്പിലുമായിട്ട് ഇലക്ഷന് നിന്ന സമയത്ത് തന്നെ ഒന്നിളകിയതാ. അന്ന് നിങ്ങളെ കൂടെ ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ജയിച്ചത്. ആ ഒരു തിരിച്ചറിവൊക്കെ ഈ പറയുന്ന എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അവര് കഠിനമായി പ്രയത്നിക്കും. ഇപ്പം നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങളെ ഭരണം അത്ര മോശമാണെന്നുള്ളത്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഇവര് ആഭ്യന്തരമന്ത്രി ആരാവണം, എന്താവണം, ഓരോ മന്ത്രിമാരെന്താവണം എന്നൊക്കെ ഇവര് ഇപ്പം തന്നെ തീരുമാനിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? ഇവിടെ പച്ചവെള്ളം പോലെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ 8 അല്ല 16 നില പൊട്ടുന്നുള്ളത് എല്ലാ ജനങ്ങൾക്കും അറിയണി. അത് നിങ്ങൾ എത്ര ഓഡിയൻസ് എത്ര പരസ്യം ചെയ്താലും എന്തൊക്കെ ഇല്ലാ കഥകൾ പറഞ്ഞാലും ഒരു കാര്യമില്ല. നിങ്ങൾ പൊട്ടും, നിങ്ങളെ തോൽപ്പിക്കും ജനങ്ങൾ. ഉറച്ച തീരുമാനമാണ്. എന്തിനു പറയണേ? നിങ്ങളെ കൂടെയുള്ള വലത്തും എടുത്തും നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോടന്നെ ഒന്ന് ചോദിച്ചളി. നിങ്ങളെ ചുറ്റുമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരോട് നിങ്ങൾ സത്യമായിട്ടൊന്ന് വോട്ട് ചെയ്തിനോ എന്ന് ചോദിച്ചളി. എന്നാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്? ഈ പറയുന്ന വയനാട്ട് ചൂരൽമലയിൽ വീടുണ്ടാക്കി കൊടുക്കാൻ പോയിട്ടുള്ള ലീഗിനെ നിങ്ങൾ ഏത് വിധമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചേ? ലീഗിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും കോൺഗ്രസിനെ കുറ്റം പറഞ്ഞാലും കുറെ UDF കുറ്റം പറഞ്ഞാലും ഒക്കെ ജനങ്ങൾ അങ്ങോട്ട് നിങ്ങളെ കൂടെ നിന്നും കഴിഞ്ഞ് അവരെ പരസ്യമായി അപമാനിക്കാൻ തയ്യാറായി. അത് കൊടപ്പനക്കൽ ഭവനത്തെ കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള യോഗ്യതയല്ല നിങ്ങൾക്ക് ആ നാവിനോട് കൊടപ്പനക്കൽ എന്ന് പറയാനുള്ള യാതൊരു യോഗ്യതയുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ പൊട്ടിയല്ലോ, നേടിയല്ലോ. 12 ഒരു ഡസനിൽ കൂടുതൽ മന്ത്രിമാരാണ് തോറ്റുപോയത്. നിങ്ങൾ ആദ്യം ഞങ്ങൾ എങ്ങനെ തോറ്റു എന്നൊക്കെ ഒന്ന് നോക്കി, ഞങ്ങൾ എങ്ങനെയാണ് ഈ തോൽവി ഞങ്ങൾക്ക് സംഭവിച്ചത്, പഠിച്ചോനെ ഇനി ജയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കി. അല്ലാതെ ഇനിയും ഇങ്ങനെ കോൺഗ്രസിനെയും ലീഗിനെയും കൊടപ്പനക്കൽ ഭവനത്തെയും ഒക്കെ കുറ്റം പറഞ്ഞ് ഇല്ലാ കഥകൾ പറഞ്ഞ് വീട് ഒരിക്കലും നടക്കൂല എന്നിട്ട് ചൂരൽമലയിൽ ആൾക്കാർ പോയി കൂടും. ചങ്ങായി, നീ എന്ത് നോക്കി ഞാൻ നിൽക്കുന്നതാണ്?